അപ്പോൾ ഗൈസ് നമ്മുടെ ഫലൂദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഐറ്റം ഫലൂദയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫലൂദ ഉണ്ടാക്കാം എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഫലൂദയുടെ റെസിപ്പി എന്നറിയാം. ഫലൂദയ്ക്ക് വേണ്ടി ഷമാം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, അനാർ എടുത്തിട്ടുണ്ട്, പിന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ 5 സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പൈനാപ്പിൾ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ തൊലി പൂർണ്ണമായിട്ട് നമ്മൾ ചെത്തിയെടുക്കണം. ആ കറുപ്പ് പൂർണ്ണമായിട്ട് നമ്മൾ ചെത്തിയെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫലൂദ കഴിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് ചൊറിച്ചിലും അനുഭവപ്പെടും. ഇപ്പം നമ്മൾ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ സുഖം. ഈ രൂപത്തിൽ കട്ട് ചെയ്യുന്നതാണ് നമുക്ക് ചെറിയ പീസുകളാക്കാൻ സുഖം. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ്. നമ്മുടെ ഫലൂദയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോഴുള്ള ഗുണം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാൻ സാധിക്കും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്പിൾ, ഒരു ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു ആപ്പിൾ ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ആപ്പിൾ തൊലി കളയാതെയാണ് എടുക്കുന്നത്. അതായിരിക്കും നല്ലത്. കാരണം ഫലൂദ കുറച്ച് കളർഫുള്ളാവാൻ അത് ഉപകാരപ്പെടും. അപ്പോൾ ആപ്പിളും ഞാൻ സ്ലൈസ് ചെയ്ത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാൻ സുഖം. അടുത്തതായിട്ട് നമ്മൾ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരൊറ്റ നേന്ത്രപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു നേന്ത്രപ്പഴം, ഒരു ആപ്പിള്, ഈ പൈനാപ്പിൾ, ഇതൊക്കെ തന്നെ 2-3 എണ്ണത്തിലേക്ക് ഉണ്ടാവും. ഒരു നേന്ത്രപ്പഴവും ഒരാപ്പിളും ഈ ഞാൻ എടുത്തിട്ടുള്ള ഈ പൈനാപ്പിളിൻ്റെ 2 പീസുകളും അത് തന്നെ ഒരു 3 ഫലൂദക്ക് ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ ഒന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ ആ നടുക്കുള്ള ആ കറുപ്പ് തരിതരികൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എടുക്കുക. അത് സ്ലൈസ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അതായിരിക്കും കട്ട് ചെയ്യാൻ സുഖം. ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഷമാമിൻ്റെ ഒരു പീസ് എടുക്കുകയാണ്. ചെറിയൊരു പീസ് മതി. ഞാനത് പകുതിയാണ് എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മതി, കുറച്ച് മാത്രം എടുത്താൽ മതി. പകുതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ വളരെ അധികം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷമാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ 4 വിധത്തിലുള്ള ഫ്രൂട്ട് മിക്സ് ചെയ്തെടുത്തു. നേന്ത്രപ്പഴം, പൈനാപ്പിൾ, ആപ്പിൾ, ഷമാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അനാർ ഇട്ട് കൊടുക്കാം. ഒരു അനാറിൻ്റെ 4-1 ഇട്ട് കൊടുത്താൽ മതി. ഇത് തന്നെ 3 എണ്ണത്തിന് തികയും. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയിട്ട് കാണുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഇതേപോലെയുള്ള മിൽക്ക് മെയ്ഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കാണാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ മിൽക്ക് മെയ്ഡാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് പൂർണ്ണമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിൽക്ക് മേഡും ഷുഗർ പൗഡറും ഒക്കെ ശരിക്കും എല്ലാ ഫ്രൂട്ടുകളിലും എത്തണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ രസം കിട്ടണമെന്നുണ്ടെങ്കിൽ തണുപ്പ് വേണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കസ്കസ് വേണം. ഫലൂദയ്ക്ക് നിർബന്ധമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കസ്കസ്. അപ്പോൾ അത് നമ്മളൊരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് പൊതിരുന്ന സാധനം തന്നെയാണ് കസ്കസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഫലൂദയിലേക്ക് ആവശ്യമായിട്ടുള്ള സേമിയാണ്. ഇത് നമുക്ക് കുറച്ച് ചുടുവെള്ളത്തിൽ തിളപ്പിച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട് ഒരു 10 മിനിറ്റ് നേരം ഞാൻ ഫ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തണുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂദ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചില്ലിൻ്റെ നല്ല കുഴപ്പമില്ലാത്തൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്ട്രോബെറിൻ്റെ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ്, ഒരു 2 സ്പൂണ് കസ്കസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു വാനിലയുടെ സ്കൂപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തു, അതിൻ്റെ മുകളിൽ കസ്കസ് ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിലാണ് നമ്മൾ വാനിലയുടെ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കുക. നമ്മൾ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള സേമിയ അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലാസ് ഏകദേശം ഫുള്ളാകുന്നത് വരെ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസിൻ്റെ ചുറ്റും നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലെക്സ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് ടേസ്റ്റും കിട്ടും. ഞാൻ കോൺഫ്ലെക്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫലൂദയുടെ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കുന്നത് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ്. പപ്പായയുടെ ഐസ്ക്രീം ആയതുകൊണ്ടാണ് അധികം കളർ ഇല്ലാത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസും വെച്ച് കൊടുക്കാം. പിന്നെ ആ ഐസ്ക്രീമിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് കോൺഫ്ലെക്സിൻ്റെ ആ മിക്സർ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ട്. അത് ഡിസൈനിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ കുറച്ച് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട്, ഒരു ചുറുക്കിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബ്ലാക്ക് കറൻറ്റിൻ്റെ കുറച്ച് സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഒരു മൂലയിൽ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ മൂലയിലൊന്ന് കുത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അമ്പർല, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഒരു അമ്പർല അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫലൂദ ഏകദേശം പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ഫലൂദ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും, വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ.